Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് പെർഫോമൻസ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം ഞാനിത് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിന് മുമ്പ് നമ്മൾ പല വീഡിയോസ് ഇട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ നടത്തുന്നത്, കോൾ ഓപ്ഷനാണ് പുട്ട് ഓപ്ഷനാണ് ചെയ്യുന്നതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുണ്ട്. ഇതിനകത്ത് അതിൻ്റെ പ്രീമിയം പെർഫോമൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് കാണാനോ പഠിക്കാനോ ആഗ്രഹമുണ്ട് എങ്കിൽ വിളിക്കും. താഴെ നമ്പർ കൊടുത്തിട്ട് കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. എൻ്റെ പേര് കേൾക്ക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റി പുട്ട് ഓപ്ഷൻ 25,200-ൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കുകൾ അത് നമുക്ക് ഇൻ ദ മണിലാകാം, അറ്റ് ദ മണി ആകാം, ഔട്ട് ഓഫ് ദ മണി ആകാം. അത് ഓരോരുത്തരുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് എടുത്ത് വെച്ചാൽ അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ ചെയ്യും, അതായത് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ സെപ്പറേറ്റ് ചാർട്ടുള്ളതുകൊണ്ട് അതിനകത്ത് നമുക്ക് സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് 25,200 ചാർട്ടാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് ഇതുപോലെ ബൈ സൈഡിൽ കാണിക്കാം. അതായത് നിഫ്റ്റി ബൈ വരുമ്പോഴത്തേക്കും ആണല്ലോ, നിഫ്റ്റിയിൽ സെല്ല് വരുമ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ പോകും, ബൈ വരുമ്പോൾ കോൾ ഓപ്ഷൻ പോകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ചാർട്ടിൽ ഇതുപോലെ ബൈ സൈഡിൽ കാണിക്കണം, അതായത് ഈ ആരോ കാണിക്കണം. ആരോ കാണിച്ച ശേഷം ഇത് കൺഫേം ആണെങ്കിൽ എടുക്കാവുള്ളൂ. കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആരോ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈസോൺ എഴുതി കാണിക്കണം, പ്രൈസ് ഇൻ ബൈസോൺ എഴുതി കാണിക്കണം. ഈ ആരോടെ സെക്കൻഡ് നമ്മൾ ഈ സിഗ്നൽ എടുക്കുന്ന ഈ ക്യാൻഡിലാണെങ്കിലും അതിൻ്റെ സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസാണ് നമ്മൾ എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നത്. ഇത് 197.70 നമുക്ക് സിഗ്നൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി എടുക്കുമ്പോൾ താഴത്തെ ബാർ ഗ്രീൻ ആണെന്ന് നോക്കുക. ചില സമയത്ത് സെക്കൻഡ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടില്ല, നോ പ്രോബ്ലം. തേർഡ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. കണ്ട താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈസ് ആണെങ്കിൽ ആ സിഗ്നൽ കൺഫേം എന്നർത്ഥം. ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്യാം. സിഗ്നൽ വരുമ്പോൾ തന്നെ അതിൻ്റെ ടാർഗറ്റ് 3 താഴെ ഡിസ്പ്ലേ വരുവേ. അതുപോലെ സ്റ്റോപ്പ് ലോസും നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, അത് ഏത് പ്രീമിയം ചാർട്ട് എടുത്താലും അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇപ്പോൾ ഈ സിഗ്നൽ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വന്ന ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പം മാർക്കറ്റ് ചെയ്യുന്ന എക്സ്പയറി ഡേ ആണ്. ഇത് എടുത്തിരിക്കുന്ന 1 ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. മാർക്കറ്റ് അത്രയ്ക്കൊരു നല്ല ട്രെൻഡ് ഇന്നത്തെ ദിവസം തന്നിട്ടില്ല. എങ്ങനെയാണെന്ന് നമുക്കൊരു മിനിമം നമുക്കൊരു പ്രോഫിറ്റ് നേടാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി മാർക്കറ്റ് കയറിയിട്ടുണ്ട് 230 വരെ, അതായത് 197 230 വരെ കയറിയിട്ട് ശേഷം മാർക്കറ്റ് തന്നെ ഇറങ്ങിയിട്ട് പിന്നെയും കയറി 227 വരെ കയറിയിട്ട് പിന്നെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. പക്ഷേ താഴത്തെ ഭാഗം പ്രൈസൊക്കെ കൺഫേം ആണ്, എന്നാൽ കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്തരം മൂവ്മെൻറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സെക്കൻഡ് തേർഡ് ടാർഗറ്റിലോട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുന്നതന്നെയാണ് സേഫ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറുന്നതന്നായിരിക്കും സേഫ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇവിടെ താഴത്തോട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ താഴത്തെ ബാറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാത്തതുണ്ട്, അത് നമ്മുടെ കൺഫർമേഷൻ ബാർ, അത് എപ്പം ഗ്രീൻ ആണ് അതിൻ്റെ അടുത്ത മാർക്കറ്റ് കയറുമെന്ന് തന്നെയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ സേഫ് സൈഡിൽ നിന്ന് നോക്കുക. നമുക്ക് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഫസ്റ്റ് ടാർഗറ്റ് തന്നെ എക്സിറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ലൈവിൽ നിങ്ങൾക്ക് കാണണം. പെർഫോമൻസ് നിങ്ങൾക്ക് ലൈവിൽ തന്നെ കണ്ട് പെർഫോമൻസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.